മോനെ കൈസേ നീ പെട്ടു മോനെ കൈസേ. ഇവന് ഇങ്ങനെ തന്നെ വേണം. പൊന്നാര മക്കളെ, കൈസിനെതിരെ ബഷീർ കേസ് കൊടുക്കുകയാണ്. ആരാണ് കൈസ്? മരിച്ച മയ്യത്തിനെ ട്രോളിയ ഒരാളാണ് കൈസ്. നിങ്ങൾക്ക് വ്ളോഗർ ജുനൈസിനെ അറിയാൻ പറ്റും. നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്ളോഗർ ജുനൈസ് മരിച്ചപ്പോൾ ആ മയ്യത്തിനെ സ്ക്രീനിൽ സൈഡിൽ വെച്ചുകൊണ്ട് ഇവൻ മുമ്പ് ഇങ്ങനെ ചെയ്തവനാണ്, അങ്ങനെ മരിച്ച മയ്യത്തിൻ്റെ ഇറച്ചി തിന്നവനാണ് ഈ കൈസ്. അപ്പോൾ ഈ കൈസിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. ഓക്കെ, കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനോടും നിങ്ങൾ കൈസിനെ പറ്റി ചോദിക്കൂ, ഒരാൾ പോലും അവനെ പറ്റി നല്ലത് പറയൂല. കാരണം എല്ലാവരുടെയും പച്ച ഇറച്ചി തിന്നാനായി മാത്രം ഇരുന്നവനാണ് കൈസ്. അപ്പോൾ ബഷീർ കൈസിനെതിരെ 8ന്റെ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ബഷീർ ഈ വീഡിയോ ചെയ്ത് ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയ സമയത്ത് അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ബഷീർ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് വായിച്ചു തരാം. ആ കൈസും വിട്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതിന് ബഷീർ കൊടുത്ത റിപ്ലൈ ആണ്, നാളത്തെ പോക്കിൽ അവനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരുത്തം കൊടുത്ത റിപ്ലൈ ആണ്, ബഷീർക്ക ആ കൈസിന് ഒരു 8ന്റെ പണി കൊടുക്കണം കേട്ടോ. എന്തൊരു ശുഷ്കാന്തി. എൻ്റെ പൊന്നു കൈസേ, എന്തിനാണ് നിനക്ക് 8ന്റെ പണി തരണമെന്ന് പറഞ്ഞ് ചിലർ കമൻ്റ് ഇടുന്നത്? നീ ഒരു കുടുംബം പോലും വെറുതെ വിട്ടിട്ടുണ്ടോ? എല്ലാ കുടുംബത്തെയും ഇവൻ കലക്കിയിട്ടുണ്ട്. ഈ കൈസ് കലക്കാത്ത കുടുംബം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും പേടിച്ചിട്ട്, അതായത് ഞങ്ങൾ ഇനി കേസ് കൊടുത്താൽ എന്താവും, അതിൻ്റെ പിറകെ നടക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കൈസിന് ആരും കേസ് കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ബഷീർക്ക 8ന്റെ പണി കൊടുത്തു. ബിഗ് സല്യൂട്ട് ബഷീർക്ക. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്കുള്ള പണി ബഷീർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ബഷീർ പറയുന്നത്. നല്ല കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, എനിക്കെതിരെ എന്തും പറഞ്ഞുകൊണ്ടാണ് ബഷീർ കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മോനെ കൈസേ, ഇതാണ് കൈസിട്ട വീഡിയോ. ഓക്കെ, അതായത് 10 മിനിറ്റ് എന്തൊക്കെ പറയാൻ പറ്റുന്നു അതൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ് എന്ത് പറഞ്ഞാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന്. പോയി പണി നോക്കടാ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇന്നലെ ഇപ്പോൾ ബഷീർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഹോ ഇവനൊന്നും പറയാതെയാണ് ഈ വീഡിയോക്ക് 10 മിനിറ്റിന്റെ സമയമായത്. അപ്പോൾ നീ 10 മിനിറ്റ് വെറുതെ ഇരിക്കുകയാണോ? ഒന്നും പറയാതെയാണോ? എടാ പൊട്ട, നീ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഞങ്ങളെയാണോ? ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. ആകെ പറയുന്ന കാര്യം എന്താണ്, സുഹാനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ ജനങ്ങളെ ബോധിപ്പിച്ചു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബഷീറും ഫാമിലിയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന പല കാര്യങ്ങളെയും ഇവർ ന്യായീകരിക്കുന്നുണ്ട്. ആ ന്യായീകരിച്ചതിൽ പലതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ വിമർശന പരിധിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ ഞാൻ വിമർശിച്ചു. അത്രേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ. അല്ല എൻ്റെ പൊന്നാര ചക്കര്, നിനക്ക് ഇഷ്ടപ്പെടണോ? അതായത് ബഷീർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഇഷ്ടപ്പെടണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ വിമർശിക്കുന്നത്? പൊന്നാര മക്കളെ, ഒരു 10 മിനിറ്റ് എന്തൊക്കെയോ ബഷീറിയെക്കുറിച്ച്, ബഷീറുടെ ഫാമിലിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഇവൻ ചർച്ച ചെയ്ത് ഇവരുടെ പച്ച ഇറച്ചി തിന്നതിന് ശേഷം ഇവനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് ഇവൻ അറിയുമ്പോൾ ഇവനൊരു ഈ വീഡിയോവുമായി വന്നത്, അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ആണെങ്കിൽ, അതായത് ബഷീർ നിനക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന കഴിവ് നിനക്ക് വേണം. ഓക്കെ, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ ചെയ്തതല്ല, എന്നെ ഒഴിവാക്കെന്ന് പറഞ്ഞ് മാപ്പല്ല ചോദിക്കേണ്ടത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മെയിനായിട്ട് ബഹുഭാരിത്വം എന്ന കോൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് ആഘോഷിക്കുന്നതിനെതിരെയും പിന്നെ ബഷീർ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ കൂട്ടിപ്പിടിക്കുന്നതിനെതിരെയും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത്. നീ ആരാണ്? ഉസ്താദാണോ? തങ്ങളാണോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ? അതായത് ന്യായീകരിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ ബഷീർ ഒന്നും പറഞ്ഞില്ല, എനിക്ക് കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് നാണവും മാനവും ഇല്ലടാ നിനക്ക്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഉറപ്പിനെ പുറത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതും. പിന്നെ ഇതിന്റെ പേരിലൊക്കെ എനിക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേസ് എടുത്തതിന് ശേഷം ഞാൻ പറയാം. കാരണം നമ്മളും പല ആവശ്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യ പച്ചക്കുരുത്തിലായവരും ഒന്ന് തെറി വിളിച്ചിട്ട് പോലും ഞാൻ അതുമായി പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ കഥകൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് മക്കളെ. പൊന്നാര മക്കളെ, ഇവൻ പറയുന്നത് ഇവൻ കേസ് കൊടുത്തപ്പോൾ പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അത് നിന്റെ കഴിവുകേടാണ്. അതിനായി നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ അതിനായി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ആ കേസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് തരുമായിരുന്നു.
നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് അതങ്ങനെയായി. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പൊ പോലും എനിക്ക് കിട്ടാത്ത പ്രിവിലേജ് കേവലം ഞാൻ ഒരാളെ വിമർശിച്ചതിന്റെ പേരിൽ വേറൊരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണല്ലോ. അത് എനിക്കെതിരെ കേസ് വരികയാണെങ്കിൽ അപ്പൊ ഞാൻ അതും വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അറിയും? ബഷീർ ഭാഷ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ട സമയത്ത് ബഷീർ ഭാഷയുടെ കമന്റ് ബോക്സിൽ ഉഗ്രം സപ്പോർട്ടാണ്. കേസ് കൊടുക്കണം, ഇനി ഒരുത്തന്റെയും നാവ് പൊന്തരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് ഇട്ട് വെച്ചത്. 100% ശരിയാണ്. അതായത് എന്തിനു വിമർശിക്കുന്നു, എന്തിനാണ് നീ വിമർശിച്ചത്? അതായത് ഉള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? ഉണ്ടോടാ കൈസ്? നീയൊക്കെ എന്താണ് പറഞ്ഞത്? നിനക്കൊക്കെ എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നാര കൈതേ, രേണു സുധിയെ ഈ നിലക്ക് എത്തിച്ചത് നീയല്ലേ? അതായത് എല്ലാ ദിവസവും രേണു സുധി അങ്ങനെ ചെയ്തു, രേണു സുധി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇത് രേണുവല്ല, ഇത് ബഷീർ ബഷിയാണ്, ബഷീർ ബഷിയുടെ ഫാമിലിയാണ്. രേണു സുധി ഒരു പക്ഷേ കേസിന് ഒന്നിനും പോയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല, ബഷീർ ബഷി 8ന്റെ പണി തരും. ഓക്കെ, അതായത് മയ്യത്തിനെയൊക്കെ വിമർശിക്കുന്ന ഇവന് ചിലർ സപ്പോർട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ ഷോക്കാവുകയാണ്. മരിച്ചു പോയ മയ്യത്തിനെയൊക്കെ ഇവൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ബഷീർക്ക ഈ കേസുമായി പറ്റുന്നുണ്ടെങ്കിൽ ഇവനെ ജയിലിൽ അടക്കുന്നത് വരെ നിങ്ങൾ പോരാടണം. ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പൊ കമന്റോടുകളെയും ചേർത്ത് കേസ് കൊടുക്കാനാണ് പ്ലാൻ അല്ലേ? നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ കമന്റ് ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്റെ വീഡിയോക്ക് താഴെ 4 നെഗറ്റീവ് കമന്റ്സ് വന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൈബർ സെല്ലിലേക്ക് ചെന്നിട്ട് യാതൊരു കാര്യമില്ല, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. വേണമെങ്കിലും നിങ്ങളെ നോക്കാന്ന് പറഞ്ഞ് അവർ പറഞ്ഞയക്കും. എന്താണിടാ, നീയാണോ സൈബർ സെല്ല് നിയന്ത്രിക്കുന്നത്? അതായത് ഞാൻ സൈബർ സെല്ലിൽ പോയി കഴിഞ്ഞാൽ അവർ എനിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഞാനും അവരുമായി ഇവൻ പറയുകയാണ് അവരൊന്നും ചെയ്യൂല. നീയാണോ സൈബർ സെല്ലിലുള്ളവർക്ക് സാലറി കൊടുക്കുന്നത്? അതായത് പേടിയാണ്, പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബഷീർ ബഷി ഒന്ന് ഒഴിവാക്കണം. ബഷീർ ബഷി കേസിന് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പോയി കഴിഞ്ഞാൽ നിന്നെ മൈൻഡ് ചെയ്യില്ല, പോവല്ലേ എന്ന് പറഞ്ഞാൽ പോയാൽ ഇവൻ അകത്താവും. അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് 100 കൂട്ടം പണികളുണ്ട്. അതിനിടയിൽ കൂടി നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട ആളുകളുടെ ഐഡിയയും കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് തപ്പി പിടിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അവർ അതിനായിട്ട് മെനക്കിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയി പണി നോക്കടാ. നീ ആരാണ്? നീ ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ് അവർ അതിനൊന്നും മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്. നീയാണോ അവരൊക്കെ നിയന്ത്രിക്കുന്നത്? മൈൻഡ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഇത് ബഷീർ ബഷിയാണ് മോനെ. ഓക്കെ, ബഷീർ ബഷി കളി പഠിപ്പിച്ചാൽ നീയൊക്കെ കളി പഠിക്കും. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ബഷീർ ബഷി പോയി അവിടെ കേസ് കൊടുത്താൽ കേസ് എന്താവും ഞാൻ നീയും കാണാം. ഓക്കെ കൈസ്, ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട ആളുകളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ ആക്ഷൻ എടുത്തേക്കാം. അല്ലാതെ നിങ്ങൾ 4 കമന്റിന് സ്ക്രീൻഷോട്ടും കൊണ്ടുപോയി കൊടുത്തിട്ട് അവരുടെ ഐഡിയും തപ്പിപ്പിടിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നടന്നത് തന്നെ അല്ല. സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ നടന്നതാണ്. ഒന്ന് പോയി പണി നോക്കടാ. ഈ ചെങ്ങായി കുറെ സമയമായല്ലോ പറയുന്നത് ഞാനും കുറെ നടന്നതാണ്, റിസൾട്ട് കിട്ടിയിട്ടില്ല. നിനക്ക് കഴിവില്ല. നിനക്ക് ചില കുടുംബം കലക്കാനുള്ള കഴിവ് മാത്രമാണ് മോനെ കൈസയുള്ളത്. അതായത് എത്ര കുടുംബമാണ് ഈ കൈസ് കലക്കിയത്? രേണു സുധിയൊക്കെ ഇല്ലാതാക്കിയത് ഈ കൈസല്ലേ? അതായത് ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ കാര്യത്തിലേക്ക് ഇടപെട്ടിവൻ ആ കുടുംബം കലക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്, കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനോടും നിങ്ങൾ കൈസ് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരാൾ പോലും കൈസിനെ നല്ലത് പറയില്ല. കാരണം എല്ലാവരുടെയും പച്ച ഇറച്ചി ഇവൻ കഴിച്ച് തിന്നുന്നവനാണ്. അതായത് എന്ത് വരുന്നു എന്ന് വെയിറ്റ് ചെയ്യുന്നവനാണ്. എൻ്റെ പച്ച ഇറച്ചി വരികയും തിന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ നോമ്പിൻ്റെ സമയത്ത് ജാസ്മിൻ റിലേറ്റഡായി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ജാസ്മിൻ ഫുഡൊക്കെ കഴിക്കുന്നു നോമ്പ് സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ രീതിയിൽ ചെറിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചതാണ്. അതിന് ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിമർശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഷീർ ബഷി 3 പേർക്കെതിരെയാണ് കേസ് കൊടുത്തത്. ഒന്ന് അതിലും, മറ്റൊന്ന് ഷെഫീന ബീവിയും, മറ്റേത് പുതിയ ചങ്ങായിയാണ്. അപ്പോൾ ഷെഫീന ബീവിക്ക് കേസ് കൊടുത്തത് കൈസിന് അത്ര പിടിച്ചിട്ടില്ല. അതിനും കൂടി കൈസ് പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ബെസ്റ്റ്, നല്ല ആൾക്കെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. ആ ഷെഫീന ബീവിക്ക് ജീവിക്കണ തന്നെ കുറെ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയത്തുള്ള ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി. അത്രയും കേസുകൾ അവർക്കെതിരെ നിലവിൽ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ആ കേസുകളുടെ കൂട്ടത്തിൽ ഒരു കേസും കൂടി അത്രേ ഇതുണ്ടാവത്തുള്ളൂ. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, നല്ല ആൾക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം മോനെ. അതായത് നീയും നിന്റെ ഷെഫീന ബീവിയും ഒക്കെ എവിടം വരെ എത്തുന്നു നമുക്ക് കാണാം. ഇവൻ്റെ ഒക്കെ വിചാരം ഷെഫീന ബീവി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സാധനമാണ് ഇതൊക്കെ. അതായത് ഷെഫീന ബീവി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷമാണ്. ഞാൻ വിചാരിച്ചത് സാജിയാണ് വിഷമെന്ന്. ഓക്കെ, സാജിദയും ഒരു വിഷമാണ്. അതിനേക്കാൾ വലിയ വിഷം ഷെഫീന ബീവിയാണ്. നിങ്ങൾക്ക് അവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മനസ്സിലാവും.
എന്ത് പുരത്തെറികളാണ് ഇവർ വിളിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നല്ലോണം പാട് കൊടുത്തു ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ അങ്ങേ അറ്റം വരെ പോകും. അതിനെതിരെ ഭയങ്കര ആർച്ചായിട്ടാണ് ഇവിടെ ബഷീർ ബഷീർ സംസാരിക്കുന്നത് അല്ലേ? മേ ബി അതിന്റെ പ്രസന്റേഷൻ കൊണ്ടാകാം. ഭയങ്കരമായിട്ട് എടുത്തടിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണല്ലോ അതിൻ്റെത്. അതൊരു പക്ഷേ പലർക്കും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാറുമില്ല. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടും രേണുസുതി അതിനെതിരെ തന്നെ തെരഞ്ഞു പിടിച്ച് കേസ് കൊടുത്തത്. എനിക്കിവിടെ ബഷീർ ബഷീർ അതിനെതിരെ സംസാരിച്ചപ്പോൾ ഓർമ്മ വന്നത് രേണുസുതി ഇൻസിഡന്റ് തന്നെയാണ്. അതായത് 2 മാസം മുമ്പ് രേണുസുതി അതിനെതിരെ കേസ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്ത റീച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അതിൻ്റെത്. പക്ഷെ ആ കേസ് വന്നതിന് ശേഷം ആ ചാനൽ പെട്ടെന്ന് അങ്ങോട്ട് ബൂസ്റ്റപ്പ് ആയി. ഒടുക്കത്തെ റീച്ച്. ഇപ്പൊ എന്തിട്ടാലും നല്ല റീച്ചിലേക്കാണ് ആ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മിക്കവാറും എവിടെയും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മോനെ കൈസ്, നിന്റെ അടുത്ത് മെഡിക്കൽ ഉണ്ടല്ലോ, മെഡിക്കൽ, ഈ മരുന്നൊക്കെ കിട്ടുന്ന മെഡിക്കൽ, അവിടെ പോയി അസൂയക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ഒന്ന് കേൾക്കണം. ഓക്കെ, അതായത് അതുലിന് ഈ അടുത്തായി കുറച്ച് റിച്ച് കിട്ടുന്നുണ്ട്, അതാണ് ഇവന് പിടിക്കാത്തത്. ഒരു കാര്യം പറയുകയാണ്, പൊന്നാര ബഷീർക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ചങ്ങായി ഒന്ന് പൂട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.